ഹായ് ആൾ, വെൽക്കം ടു ക്രാഫ്റ്റിംഗ് വിത്ത് ഹ്യൂസ് പെയിൻറ്റ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് സ്ഥിരമായിട്ട് ഒരു ട്രാൻഡ്രാഫ്റ്റിംഗ് ടീഷർട്ട് സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ബോട്ടിൽസ് കുറേ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, സെൻസിറ്റീവ് അല്ലാത്ത സ്കിൻസിനൊക്കെ യൂസ് ചെയ്യാം. ഇനി അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. വേറെ ഒന്നുമില്ല, പേപ്പർ നമ്മൾ ചുരുട്ടി റാപ്പ് ചെയ്ത് ഇതിന് ചുറ്റും ഞാൻ ഒട്ടിച്ചു കൊടുക്കണത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇതിന് ചുറ്റും ഞാനത് ഒട്ടിച്ചു കൊടുക്കും. ആദ്യത്തെ പീസ് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് സാധാരണ ഫെവിക്കോളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് തന്നെ മുകളിലേക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന പോർഷൻസ് നല്ല ക്ലീനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തിട്ട് തന്നെ മേലത്തെ ടോപ്പ് പോർഷനിൽ ഞാനൊന്നുമില്ല, ഇപ്പോൾ ഈ കാർഡ്ബോർഡ് പീസസ് തന്നെ ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിന് ചുറ്റും വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടി ചെയ്ത് ചുമ്മാ കുറച്ച് സിക്സാക് ലൈൻസ് ഈ പേപ്പറിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് മുത്തിരിക്കുന്ന ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് ചുറ്റും ഈ വട്ടത്തിൽ കുറച്ച് ഗ്ലൂ ഗൺ വെച്ചൊരു പാറ്റേണൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നടുക്കും നമ്മൾ അതുപോലൊരു മുത്തിരിക്കുന്ന പോലൊരു പാറ്റേൺ ഗ്ലൂ ഗൺ വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ട്രയാങ്കുലർ ഷേപ്പ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് ജസ്റ്റ് ഒരു പൊങ്ങിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് ബബിൾ പോലത്തെ കുഞ്ഞ് മുത്തിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ചുറ്റും ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നടുക്ക് ഞാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും പൊങ്ങിയിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഒരു ചെറിയൊരു ബട്ടൻ്റെ പോലത്തെ ഒരു ഫീൽ പോലെ ഒരു വലിയൊരു മുത്തിൻ്റെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യണം. ചുറ്റുമൊക്കെ കുറേ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചുറ്റും ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫസ്റ്റ് കോട്ടിംഗ് പോലെയാണ് ബ്ലാക്ക് അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കളർ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് അടിക്കുമ്പോൾ ഏകദേശം ബേസ് കോട്ട് കിട്ടും. അതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ കളറാണ് ഞാൻ അടിച്ചു കൊടുത്തത്. ഗ്രീൻ കളറുടെ മുത്തുപോലെ ഇരിക്കുന്ന പോർഷനിലൊക്കെ റെഡ് കളർ അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കുറച്ച് പാറ്റേൺ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തു. ഏകദേശം ഇതുപോലൊരു ബോക്സാണ്. തുറന്നൊരു ജുവൽ ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഷോ പീസായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.